നമസ്തേ സ്വാമിജി. നമസ്തേ. മാനേജർ ഒന്ന് കാണായിരുന്നു. ഉണ്ടല്ലോ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ഞാൻ വിളിക്കാം. സ്വാമി, മുറിയെടുക്കാനാണോ? അതെ, ഉള്ളാണെന്നാ തോന്നുന്നത്. ആയിക്കോട്ടെ, ഒന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിലോ. നമസ്കാരം. നമസ്കാരം. റൂമൊന്നും ഇല്ലല്ലോ സ്വാമി? ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ടി പെട്ടെന്നൊരു മുറി കെട്ടാനാവില്ലല്ലോ. സ്വാമി എവിടുന്നാണ്? ഞാൻ വളരെ വടക്കുന്ന. ഓ, ആ ബോംബെയിൽ നിന്ന് വന്ന കണ്ടക്ടർ ഗ്രൂപ്പിൽ. അതെ, ഇവിടെ വന്ന് മടങ്ങിയെന്നേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ബോംബെയിലെത്തിയപ്പോ ട്രെയിനിന് വലിയ തിരക്ക്. അപ്പോഴാണ് ഈ ബസ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? നാളെ തന്നെ മടങ്ങേണ്ടതാണ്. പക്ഷേ ബസ്സിന് എന്തോ തകരാറ്. നാഗർകോവിലിൽ നിന്ന് ഇവിടെ വരെ ഇഴഞ്ഞിഴഞ്ഞാണ് എത്തിയത്. മറ്റന്നാണെങ്കിലും തിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സീസണാണോ? സീസണൊന്നുമല്ല. സൺസെറ്റ് കാണണമെങ്കിൽ ഇനി നവംബർ ആകണം. എങ്കിലും നല്ല തിരക്കാ. സൂര്യാസ്തമനം ഇല്ലാത്ത കന്യാകുമാരിക്ക് എന്ത് ഭംഗിയുണ്ടായിട്ടാണ്. കന്യാകുമാരിയുടെ ഭംഗി സൂര്യാസ്തമനമാണോ? 3 കടലുകളുടെ ഈ സംഗമം മറ്റെങ്ങും കാണാൻ കഴിയില്ല. ഈ കടൽ കാണാനാണോ സ്വാമി വന്നത്? ഞാൻ വന്നത് വിനോദസഞ്ചാരിയായിട്ടല്ല. ചില കർമ്മങ്ങളുണ്ട് ഈ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ അടുത്ത് രാമകൃഷ്ണ മിഷന്റെ ഒരു ആശ്രമമുണ്ട്. സന്യാസിമാര് വന്നാല് സാധാരണ അവിടെയാണ് തങ്ങാറ്. വേണ്ട, വേറെ നോക്കാം. എങ്ങും മുറി കിട്ടിയില്ലെങ്കിൽ വന്നോളൂ സ്വാമി. രാത്രി ഉറങ്ങാൻ VIP മുറി തുറന്നേരാം. നാളെ രാവിലെ ഒഴിഞ്ഞെന്നാ മതി. രാത്രി ആരെങ്കിലും ഓടിക്കേറി വന്നാലേ കുഴപ്പമുള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. എനിക്കൊന്നും ഉറങ്ങാൻ എവിടെയായാലും പോരെ. കള്ളന്മാരുടെ ഭയങ്കര ശല്യമുണ്ട്, സൂക്ഷിക്കണം. എന്നെപ്പോലെ ഒരാളെ ഏത് കള്ളന് വേണം. വരട്ടെ, നന്ദി. എന്താ നോക്കണേ? ഏയ്, ഒന്നുമില്ല. ഒരു സ്വാമി അങ്ങോട്ട് പോയത് കണ്ടു. ഇല്ല. എവിടെയോ കണ്ടതുപോലെ. ഓ, രാധേട്ടൻ കുറെ സ്വാമിമാരെ കണ്ടിരിക്കണം. ഇങ്ങോട്ട് വാ, എനിക്ക് വിശക്കണം. അമ്മയുടെ ഉറക്കം ഞാൻ കളഞ്ഞു അല്ലേ? ഞാൻ ഉറങ്ങുകയായിരുന്നില്ല. ഓരോന്ന് ആലോചിച്ച് അങ്ങനെ ഇരുന്നു. അമ്മേ ശരണം. സന്യാസിമാരുടെ ഊരും പേരും ഒന്നും ചോദിക്കാൻ പാടില്ല. എന്നാലും സ്വാമി എവിടുന്നാ? കുറെ വടക്കുന്ന. വടക്കെന്ന് പറഞ്ഞ? കേദാരം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗംഗ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ശ്രീപരമേശ്വരന്റെ തിരുമുടിയിൽ നിന്ന് ഒഴുകുന്നതല്ലേ? ആ പേര് കേൾക്കണത് കൂടി പുണ്യ. അതെ, ശങ്കരന്റെ കൈലാസമാണല്ലോ ഹിമാലയം. അതിന് താഴെ ആ പുണ്യനദിയുടെ കരയിലാണ് കേദാരം. അവിടുന്ന് ഇവിടെ തന്നെ ആണല്ലോ വരേണ്ടത് അല്ലേ സ്വാമി? അതെ, മഹാദേവന്റെ പാദങ്ങളിൽ നിന്നും ദേവി കന്യാകുമാരിയുടെ മണ്ണിലേക്ക് വരിക എന്നത് പുണ്യം തന്നെ. സ്വാമിയുടെ നാട്? നാടും വീടും എല്ലാം ഉപേക്ഷിച്ചവനാണ്. അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ സ്വാമി? പറ്റും, പറ്റണം. എല്ലാം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ശാന്തി കിട്ടില്ല. പന്തം കണ്ട പോലെ കുതിര കണ്ടിട്ടില്ലേ? നാരായണേട്ടൻ ശ്രദ്ധിച്ചോ? അതിവിടെ വാടകയ്ക്ക് കൊടുക്കണ കുതിരല്ലേ? കുതിരയല്ല, കുതിരപ്പുറത്ത് പോയ പെൺകുട്ടിയെ. ഓ, അത് ശരി. അപ്പൊ കുതിരയല്ല, പെണ്ണിനെ നോക്കിയല്ലേ? വല്ല മാർവാടികളെ അടിച്ച് പല്ല് തെറിപ്പിക്കും. മാർവാടി എങ്ങനെ മനസ്സിലായി? മാർവാടി അല്ലെങ്കിൽ വല്ല തമിഴ് വട്ടന്മാർ. അതെങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താക്കന്മാർ. ഭർത്താക്കന്മാരോ? ഓ, ഭർത്താവ്. ഭർത്താവുണ്ടെന്ന് മനസ്സിലായി? ഓ, എനിക്ക് വയ്യ, എന്നെ പുറത്ത് വട്ടുപിടിപ്പിക്കാതെ. വട്ടുപിടിപ്പിക്കണല്ലോ, കുറച്ച് നേരത്തെ ഉണ്ടല്ലോ. കൂടും. കൂടട്ടെ. കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു. കേറിക്കോ. നല്ല ഒന്നാന്തര ഒരു വീടുണ്ടാക്കിയിട്ട് ലോഡ്ജ് മുറി പൂട്ടി പോകുന്ന പോലെ. കഷ്ടം. എന്നാ പിന്നെ പൂട്ടാതെ വരാം. പൂട്ടാതെ പോണെങ്കിൽ അകത്ത് ആളുണ്ടാവണം.
ഒരു ഉടുമുണ്ടായിട്ട് മദ്രാസിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ നില വരെ എത്തി. ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റിയില്ല. യോഗം കേറ്. വേണ്ട, ഞാൻ ഒഴിച്ചോളാം. ഓ, ഇതും ഒരു യോഗം. താനെന്തിനാ പെട്ടിയെടുത്തത്? അയാളോട് പറഞ്ഞ പോരെ? സാറില്ല സാർ, സാറിന്റെ പെട്ടി എടുത്തെന്ന് കരുതി എനിക്കെന്ത് കുറച്ചില്ല. ഒരു ചായ ഒഴിക്കട്ടെ സാർ? ആയിക്കോട്ടെ. ആ കപ്പൊന്ന് കഴുകിയെടുക്കണോ? കഴുകി വെച്ചിരുന്നാണ് സാർ. ഒന്നുകൂടി വൃത്തിയായി കഴിയാനൊന്നും ദോഷമൊന്നുമില്ലല്ലോ. സാരമില്ല സുധാര. സുധാരൻ ഇരിക്കെ. വേണ്ട സാർ, ഞാൻ ഒന്നോളാം. ഇരിക്കടോ. സാറിന്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്കിരിപ്പുറക്കില്ല. പിന്നെ മിത്ര കൺസ്ട്രക്ഷൻസിന്റെ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവരുടെ മാനേജർ രാവിലെ വിളിച്ചിരുന്നു. നമുക്കത് കൊടുക്കാലോ അല്ലേ? നമുക്ക് ക്യാഷ് ബാലൻസ് അധികമില്ല. 20-ാം തീയതി കുറിയുടെ ക്യാഷിന് പാർട്ടി വന്നിരുന്നു. ക്യാഷ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടി സമ്മതിച്ച പ്രശ്നമില്ല. ഇത്രയ്ക്ക് 10 lakhs മതി. പക്ഷേ നമുക്ക് ക്യാഷിന് കുറച്ച് ടൈറ്റ് ഉണ്ട്. സാറിന് വീട് വാങ്ങാൻ പെട്ടെന്ന് 22 lakhs നമ്മൾ മറിച്ചപ്പോ ആകെ ടൈറ്റായി. കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. മിത്ര കൺസ്ട്രക്ഷൻസ് പോലുള്ള വലിയ കൺസേണുമായിട്ട് ബിസിനസ് റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഗുണം ചെയ്യും. അതറിയാം സാർ. എങ്ങനെയും ശരിയാക്കാം. ഹോട്ടലിലെ ക്യാഷ് പൊസിഷൻ എങ്ങനെയുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. മാനേജർ ഓഫീസിലുണ്ടോ? ഉണ്ട് സാർ. ആന്റണി, സാർ. നമ്മുടെ ക്യാഷ് ബാലൻസ് എങ്ങനെയാ? ഉണ്ടാവും സാർ. ഒരു 6-7 രൂപ ഉണ്ടാകും. ഇവിടെ അത്യാവശ്യം വല്ലതും ഉണ്ടോ? മറ്റന്നാൾ ബാങ്ക് ലോൺ അടക്കേണ്ട ഡേറ്റ് ആണ്. ഓ, പിന്നെ ബാക്കി 2-3 രൂപ ഉണ്ടാവും. അർജന്റായിട്ടൊരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യും? ഓടിപ്പിടിച്ചാ വീട് വാങ്ങിയതാ പ്രശ്നമായത്. 10-22 ലക്ഷം രൂപയല്ലേ ബ്ലോക്ക് ആയത്. എന്നായാലും ഒരു വീട് വേണ്ടേ സാർ? ഓ, വീടുണ്ടായിട്ടില്ല ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. എനിക്കിവിടെ ഒരു മുറി ഉണ്ടായ പോരിടോ. ഇനി അത് പോരല്ലോ. സാറ് മാരേജ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞതൊക്കെ? ഇവിടെ എല്ലാവർക്കും അറിയാം. സാറിന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാന്ന് അറിഞ്ഞാ എന്റെ നാട്ടില് നല്ലൊരു കുട്ടിയുണ്ട്. താനിപ്പോ ദല്ലാള് പണിയൊന്നും എടുക്കണ്ട. ഇവിടത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അതിനാ ശമ്പളം തരുന്നത്. അപ്പഴേ ഇനി ഒരു കാര്യം ഞാൻ മുഖത്ത് നോക്കി ചോദിക്കാൻ പോവാ. എന്താ? ഇത്ര നാളും വീടാവട്ടെ വീടാവട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചു കൂട്ടി. ഇപ്പൊ വീടായി. എന്നും ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കൊടുന്ന് കഴിക്കാന്നാ വിചാരം? വേണ്ട, നമുക്കൊരു കുക്കിനെ വെക്കാം. കുക്കർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ കുക്കറുണ്ണി ഒരു കുടുംബാവൂ. അതിന് കുടുംബത്തിന് പെണ്ണെന്നെ വേണം. അതിപ്പോ എന്റെ കുഴപ്പമാണോ? പിന്നെ എന്റെ കുഴപ്പമാണോ? പിന്നെ ആരുടെ കുഴപ്പാ? എന്റെ അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിക്കുന്നില്ല. പറയാനും അന്വേഷിക്കാനും ബന്ധുക്കളും ഇല്ല. കഴിഞ്ഞ ആഴ്ച ഫോട്ടോ കാണിച്ചു തന്ന പെൺകുട്ടിക്ക് എന്താ കുഴപ്പം? എന്റെ നാരായണേട്ടാ, അതൊരു ചെറിയ കുട്ടിയല്ലേ? 19 വയസ്സെന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാ. അതിന് ഇദ്ദേഹം അവിടെ മൂത്ത് നരച്ചിരിക്കുക. ആ കുട്ടിക്ക് ഒരു 10-26 വയസ്സുള്ള ചെറുപ്പക്കാരനെ ചേരും. ചേരില്ല ഒന്ന് പോയി കണ്ടില്ലല്ലോ. ഫോട്ടോ നോക്കിയാണോ ചേർത്ത് നിശ്ചയിക്കണേ? ഒന്ന് പോയി കണ്ടതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചാരിത്രം ഒന്നും നഷ്ടപ്പെടില്ല. ശരി, പോയേക്കാം. നാളെ തന്നെ പോയേക്കാം. വിഘ്നേശ്വര, വിഘ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ചേരണ്ട പോലെ ചേർത്ത് തരണേ ഭഗവാനെ. ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് എടുത്തോ. ലെഫ്റ്റ് 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 ലെഫ്റ്റ്, ഇടത്തോട്ടാ പോണ്ടത്. ഇങ്ങനെ ഒരു വഴിയുണ്ട് നാരായണ. ഇങ്ങനെ പോയാ എങ്ങനെയാ? നമുക്കൊന്ന് പോയി നോക്കാൻ നാരായണേട്ടാ. അല്ല, നമ്മൾ എവിടേക്കായി പോണേ? പെണ്ണിനെ കാണാനല്ലേ? ആ ആ ആ. പിന്നെയും കിട്ടി തിരിഞ്ഞു. എനിക്കറിയാൻ പാടില്ലേ? എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലേക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, എന്നാ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കാണ്. ഓ,
എന്താ ഇവിടെ നിർത്തി? നമുക്ക് നോക്കാം. എന്താ ഇവിടെ? കണ്ടില്ലേ? ഇല്ല. റെസ്റ്റോറന്റ്. നമുക്കൊരു ചായ കുടിക്കാം. നമ്മളിപ്പോ ചായ കുടിച്ചല്ലേ ഉള്ളൂ. ഒരു ചായയും കൂടെ കുടിക്കേണ്ടി വന്നാ കുടിക്കണ്ടേ? വാ. എന്റെ ജോലി ഉറക്കം തന്നെയാ. അമ്മ ചീത്ത പറഞ്ഞ് മടുത്തു. പകലിടന്നുറങ്ങിയാ ബന്നു പോലെ വീർക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കണേ ഏതെങ്കിലും ഒരു കോന്തം വന്ന് കെട്ടിപ്പോയാ മതിന്നാ. പിന്നെ കുറച്ചാള് അയാളെ ഇട്ട് തട്ടിക്കളിക്കാലോ. നല്ല കാര്യായി. വല്ല മുട്ടാളന്മാരും ആണെങ്കി ഇടി കൊണ്ട് എല്ലൊടിയും. അപ്പൊ നമ്മുടെ കൈ എന്താ? മാങ്ങ പറിക്കാൻ പോവോ? ചേച്ചിമാരുമായി ഗുസ്തി കൂടി നല്ല പരിചയ. വേറൊന്നും വേണ്ട, 2 ഐസ്ക്രീം. ഓക്കെ മാഡം. 2 ചായ. സർ. അപ്പൊ എന്ത് മനസ്സിലായി? മനസ്സിലാവേ? എന്ത്? മലയാളമാണ്. മലയാളാണെന്നോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. വിവാഹം കഴിഞ്ഞിട്ടില്ല. ആരുടെ? ഇഷ്ടായോ? ഇഷ്ടായോന്നോ? ഇഷ്ടാനിഷ്ടം. എനിക്കും. ചന്ദ്രക്കലയാണോ, കുരിശാണോ, ശംഖാണോ? സമയം വേണം. വേണ്ട, ഞാൻ പിടിച്ചുതരാം. ഒന്ന് പ്രതിരി. എന്തിന്? ഒന്ന് പ്രതിരി. ഒന്ന് പ്രതിക്കാൻ പറഞ്ഞത് കേട്ട. അയ്യോ. ഇരിക്കെ. നശിപ്പിച്ചല്ലോ. ഞാനൊന്ന് നോക്കിയുള്ളൂ. വാ. എനിക്ക് അപ്പോഴേ അറിയാം നശിപ്പിക്കുന്നു. ഇതിപ്പോ നളചരിതത്തിലെ അരയനത്തെ പോലെ തെന്നി മാറിപ്പോകുന്നു ഞാൻ വിചാരിച്ചോ. നമുക്ക് നോക്കാന്നേ. എവിടെ നോക്കാൻ? വെറുതെ നോക്കാം. ആ അരയനം നമുക്കുള്ളതാണ്, നമ്മൾ പിടിക്കും. വണ്ടി എടുക്ക്.